ഇന്ന് നാം ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ചേതക്കിൻ്റെ പുതിയ മോഡലായ C2501 എന്ന മോഡലാണ്. ഈ വണ്ടി ഞാൻ ഏകദേശം എടുത്തിട്ട് 1 മാസം കഴിഞ്ഞു. 700ഓളം കിലോമീറ്റർ ഓടി. ഈ വണ്ടി എത്ര കിലോമീറ്റർ റേഞ്ച് കിട്ടും, വണ്ടിയുടെ മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചെറിയ രൂപത്തിൽ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വണ്ടി ഏകദേശം എനിക്ക് 1,10,000 രൂപയായി. ടെക് പാക്ക് ഉൾപ്പെടെ 1,10,000 രൂപയ്ക്ക് ഓൺ റോഡ് പ്രൈസിനാണ് ഈ വണ്ടി ഞാൻ വാങ്ങുന്നത്. അതിൽ 1,07,000 രൂപയാണ് വണ്ടിയുടെ വില. പിന്നെ 3,000 രൂപ ടെക് പാക്കിന് വേണ്ടി ആവുന്നുണ്ട്. വണ്ടി കാണാനൊക്കെ നല്ല ലുക്കാണ്. ധാരാളം കളറുകളിൽ അവൈലബിൾ ആണ്. കൂട്ടത്തിൽ ഈ കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് കാണാൻ നല്ല അട്രാക്റ്റീവായ കളറാണ്, നല്ല ലുക്കുമാണ്. പിന്നെ ചേതക്കിൻ്റെ മറ്റ് മോഡലിനെ അപേക്ഷിച്ച് ഇത് ചെറിയ വണ്ടിയാണ്, ഒരു ഒതുങ്ങിയ ചെറിയ രൂപത്തിലുള്ള വണ്ടിയാണ്. ഇന്ന് നാം പ്രധാനമായിട്ട് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഈ വണ്ടി ഏകദേശം ഫുൾ ചാർജിൽ എത്ര കിലോമീറ്റർ നമുക്ക് ഓടാൻ കഴിയുമെന്നാണ്. അതിനുവേണ്ടി ഞാൻ ഇതിൽ ട്രിപ്പിൽ 0 ആക്കിയിട്ടുണ്ട്. ട്രിപ്പ് മോഡ് ഓണാക്കി 0 ആക്കിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം എത്ര കിലോമീറ്റർ ഓടും എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. തുടക്കത്തിൽ ഫുൾ ചാർജ് ആയപ്പോൾ 97 കിലോമീറ്ററിന് അത് കാണിക്കുന്നുണ്ട്. 97 കിലോമീറ്റർ ഓടാൻ കഴിയുമെന്ന്. കമ്പനി 113 പറയുന്നതെങ്കിലും 97 കിലോമീറ്റർ ഇതിൽ റേഞ്ച് കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ഓടി നോക്കാം. അങ്ങനെ ട്രിപ്പ് 0 ആക്കിയിട്ട് രാവിലെ വണ്ടി എടുത്തു, കുറേ ദൂരം സഞ്ചരിച്ചു. പിന്നെ വണ്ടിയുടെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി FC ആയിരുന്നു. അതിൽ നല്ല കംഫർട്ട് കിട്ടും. ബൈക്കിന് പൊതുവെ കംഫർട്ട് ഉണ്ടാവും. പിന്നെ സ്കൂട്ടറിലേക്കൊന്നും ഞാൻ പൊതുവെ കട്ടിലൊക്കെ വരുമ്പോൾ അടിയുണ്ട്. സ്കൂട്ടറിന് എല്ലാ വണ്ടി കഴിയുന്നുണ്ട്, പക്ഷേ ഇതിന് കുറച്ചും കൂടെ നല്ല ഇതുപോലെ അടി ഫീൽ ചെയ്യുന്നുണ്ട് കട്ടിലൊക്കെ വീഴുമ്പോൾ. ഇതൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ മറ്റ് സീറ്റ് കംഫർട്ട് ഞാൻ എക്സ്ട്രാ കുഷൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് കംഫർട്ട് എനിക്കിപ്പോൾ ഇരിക്കാൻ കിട്ടുന്നുണ്ട്. കമ്പനി സീറ്റിലാണെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ബാക്കി ഈ വണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ സിറ്റി റൈഡിനാണ്. അപ്പോൾ സിറ്റി റൈഡിൽ ഓടുന്നവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. കട്ടറും കാര്യങ്ങളൊന്നും ഇല്ലാത്ത റോഡുകളാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാം. ചേതക്കിൻ്റെ മറ്റു മോഡലുകളുടെ അപേക്ഷിച്ച് ഏറ്റവും വില കുറഞ്ഞതും ചെറിയതുമായ മോഡൽ വണ്ടിയാണിത്. കയ്യിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയും ഏത് രൂപത്തിലും ഈസിയായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ. നല്ല ഓടിക്കുമ്പോഴൊക്കെ നല്ല കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം പവറുണ്ട്. എക്കോ മോഡിൽ 50 സ്പീഡ് വരെ കയറും. ടെക് പാക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ സ്പോർട്ട് മോഡ് ഇട്ടാൽ 65 സ്പീഡ് വരെ കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ ഇലക്ട്രിക് വണ്ടി അധികവും 50-നകത്ത് ഓടിച്ചാലാണ് കമ്പനി പറഞ്ഞത്, അല്ലെങ്കിൽ ഏകദേശം നമുക്ക് കൂടുതൽ റേഞ്ച് കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. പെട്ടെന്ന് ചാർജ് തീരും സ്പോർട്ട് മോഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് അധികം ആളുകളും ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്ന എക്കോ മോഡിൽ തന്നെ സ്പീഡ് കുറച്ചാണ് ഓടിക്കൽ. 50 സ്പീഡ് എക്കോ മോഡിലിട്ട് 50 കയറില്ല ഈ വണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചാർജ് കൂടുതൽ സേവ് ചെയ്യാൻ കഴിയും. പിന്നെ ഏകദേശം നമുക്ക് നോക്കാം എത്ര കിലോമീറ്റർ ഓടുമെന്ന്. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ ചാർജിങ് ടൈം ഫാസ്റ്റാണ്. 3 മണിക്കൂർ കൊണ്ട് ചാർജ് ഫുള്ളാവും. അത് വളരെ ഒരു നല്ല ഫീച്ചറായിട്ടാണ് തോന്നിയത്. പിന്നെ ഇതിൻ്റെ മോട്ടർ വരുന്നത് ഹബ്ബ് മോട്ടറാണ്. അപ്പോൾ മെയിൻ്റനൻസ് കുറവായിരിക്കും. പിന്നെ ഞാൻ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ്, ഒരു ശബ്ദം വന്നു. കമ്പനിയിലുടനെ തന്നെ തിരിച്ചു കൊടുത്തു. അവർ തൽക്കാലത്തേക്ക് ഉപയോഗിക്കാൻ ഒരു വണ്ടി തന്നു. അപ്പോൾ ഈ മോട്ടറിൻ്റെ കംപ്ലൈൻറ്റ് എന്നുള്ളത് തിരിച്ച് കമ്പനിക്ക് അയച്ച് റെഡിയാക്കി വരണം. അങ്ങനെ 1 മാസം എനിക്കൊരു വേറെ വണ്ടി തന്നു. അങ്ങനെ
ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി കംപ്ലൈൻറ്റ് മാറ്റി ശരിയാക്കി തിരിച്ചു കിട്ടി. 5 കൊല്ലം വാറണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് 5 കൊല്ലം വരെയും ഒന്നും പേടിക്കണ്ട. എന്ത് കംപ്ലൈൻറ്റ് വന്നാലും കമ്പനി തന്നെ ക്ലിയർ ചെയ്തു തരും. ഒരു പൈസയും നമുക്കതിന് വേണ്ടി മുടക്കേണ്ടി വരില്ല. പിന്നെ പെട്രോളിൻ്റെ പൈസ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു പൈസ നമുക്ക് ലാഭിക്കാം. 100 രൂപയുടെ പെട്രോൾ അടിക്കേണ്ട സ്ഥാനത്ത് 10-15 രൂപയുടെ കറണ്ട് മതി. നമുക്ക് ഇലക്ട്രിക് വണ്ടി ഉപയോഗിച്ചാലുള്ള ഏറ്റവും വലിയ ലാഭം അതാണ്. ഏകദേശം 85 രൂപയോളം ഓരോ 100 രൂപ എണ്ണ അടിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് ലാഭിക്കാം. അങ്ങനെ 1000 രൂപ എണ്ണ അടിക്കേണ്ട സ്ഥാനത്ത് ഏകദേശം 800 രൂപ ലാഭിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ ലാഭമല്ല. ഇനി നമുക്ക് ഏകദേശം വണ്ടി എത്ര കിലോമീറ്റർ ആയി എന്ന് നമുക്കൊന്ന് നോക്കാം. റേഞ്ച് കാണിക്കുന്നത് 54 കിലോമീറ്ററാണ്. ട്രിപ്പ് മോഡിലേക്ക് ഇട്ട് നോക്കാം എത്ര ഓടിയോ. ഇതുവരെ 41 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. ഇനി 54 കിലോമീറ്ററിട്ടുള്ള ഓടാനുള്ള ചാർജ് അതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. നമുക്ക് പരമാവധി ഓടണം. ഇപ്പോൾ 2ാമത്തെ ദിവസമാണ്. ഒരു ദിവസം കഴിഞ്ഞ് വണ്ടി വെച്ച് 2ാമത്തെ ദിവസമാണ് വണ്ടി എടുക്കുന്നത്. നോക്കാം നമുക്ക് ഏകദേശം എത്ര കിലോമീറ്റർ പോകാൻ നോക്കാം. ചേതക്കിൻ്റെ മറ്റൊരു മോഡൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് അതും തമ്മിൽ എനിക്ക് വ്യത്യാസം തോന്നിയതെന്ന് പറഞ്ഞാൽ ആ മോഡൽ കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. ഇത് ഓട്ടിച്ച് ഒന്ന് ഇണങ്ങി ഇതിന് ശേഷം അതെടുത്ത് ഓട്ടിച്ച് കഴിഞ്ഞാൽ ആ വണ്ടി ഓടിക്കാൻ കുറച്ച് ഹെവി പോലെ തോന്നും. പിന്നെ അതിൽ മഴ സമയത്ത് ബ്രേക്ക് പിടിച്ചാൽ ബാക്ക് നല്ലതുപോലെ സ്കിഡാകുന്നുണ്ട്. എന്നാൽ ഈ മോഡൽ അങ്ങനെ സ്കിഡാവില്ല. ഡിസ്ക് വരുന്നതുകൊണ്ട് പ്രോപ്പറായിട്ട് എവിടെ നമ്മൾ പിടിക്കുന്ന അവിടെ തന്നെ വണ്ടി നിൽക്കും. എന്നാലും മറ്റേ കമ്പനിയിൽ നിന്ന് വണ്ടി ഞാൻ ഓടിച്ച് നോക്കുമ്പോൾ അതിൽ വണ്ടി നല്ലതുപോലെ സ്കിഡാവുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ചേതക്കിൻ്റെ ഇതല്ലാത്ത മറ്റ് മോഡലുകൾ എല്ലാം അങ്ങനെയാണോ എന്നറിയില്ല. എനിക്ക് തന്ന വണ്ടി ഓടിച്ചുകൂടെ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. എന്നാൽ ഇത് നമുക്ക് പിടിച്ചാൽ കറക്റ്റ് ഞാൻ നിൽക്കും. ഞാൻ ഏകദേശം 50 സ്പീഡ് എക്കോ മോഡിലിട്ട് അതിന് മുകളിലോട്ട് പോയിട്ടില്ല. 50 സ്പീഡിലാണ് വണ്ടി. 50-50നകത്താണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്പീഡിൽ നമുക്ക് ടോട്ടൽ എത്ര കിലോമീറ്റർ റേഞ്ച് കിട്ടുമെന്നാണ് അറിയേണ്ടത്. നല്ലൊരു ഓട്ടം നമ്മൾ ഈ വണ്ടിയിൽ ഓടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം എത്ര കിലോമീറ്റർ ആയി നോക്കാം. 5% ചാർജ് ഉള്ളത് 4 കിലോമീറ്റർ ഓടാൻ കാണിക്കുന്നുണ്ട്. 76 കിലോമീറ്റർ ഇതുവരെ ഓടി എത്തിയിട്ടുണ്ട്. ആ 4 കിലോമീറ്ററും കൂടെ ഓടുന്ന കൂട്ടുമ്പോൾ 80 കിലോമീറ്റർ. ടോട്ടൽ നമുക്കൊരു ഫുൾ ചാർജിൽ 80 കിലോമീറ്റർ മൈലേജ് കിട്ടും. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 80 കിലോമീറ്റർ വളരെ നല്ലൊരു റേഞ്ചാണ്. ഇതാണ് റേഞ്ചുമായി ബന്ധപ്പെട്ട് ഈ വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.